ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാഡമി. നാഷണൽ അക്കാഡമിയുടെ ഇന്നത്തെ ലൈവ് ഓറിയന്റേഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത് നമ്മുടെ ഫിസിക്സിന്റെ സെക്കൻഡ് ക്ലാസ് ആണ് അല്ലെ. ഫിസിക്സിന്റെ ഫസ്റ്റ് ലൈവ് ക്ലാസ് നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്തതാണ് അല്ലെ. അപ്പൊ നമ്മൾ അന്ന് കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ ഇനി വരുന്ന കുറച്ച് ചാപ്റ്റേഴ്സും കൂടെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്ന് ഫസ്റ്റ് സെക്ഷനിൽ നമ്മുടെ ഫിസിക്സിന്റെ ലൈവ് ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. സെക്കൻഡ് സെക്ഷനിൽ നമ്മുടെ മാത്സിന്റെ ലൈവ് ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ്, അതായത് നമ്മുടെ പബ്ലിക് എക്സാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ 14th ചാപ്റ്റർ ആണ്. ദാറ്റ് ഈസ് ദ വേർബ് ഫിനോമിന. നമ്മൾ 9th ചാപ്റ്ററിലാണ് കഴിഞ്ഞ ക്ലാസ് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ വേർബ് ഫിനോമിന എന്ന് പറയുന്ന 14th ചാപ്റ്റർ ആണ്. 14th ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഏതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മ്യൂസിക്കൽ സൗണ്ട്? മ്യൂസിക്കൽ സൗണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? വേവ് വെലോസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ലൗഡ്നെസ് ഉണ്ട്, അതുപോലെ പിച്ച്, ക്വാളിറ്റി. ഏതാണ് ഇതിന്റെ ക്യാരക്ടർ അല്ലാത്തത്? നമ്മൾ എല്ലാവരും പഠിച്ചതാണ് അല്ലെ. മ്യൂസിക്കൽ സൗണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. എന്തൊക്കെയായിരുന്നു? പിച്ച് ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്, സൗണ്ട് ഉണ്ട്, ലൗഡ്നെസ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? മ്യൂസിക്കൽ സൗണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇതിലല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ദാറ്റ് ഈസ് ദ വേവ് വെലോസിറ്റി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഗിവ് വൺ എക്സാമ്പിൾ ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിത്. ഗിവ് വൺ എക്സാമ്പിൾ ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ്. ഏതൊക്കെയാണ്? ട്രാൻസ്വേഴ്സ് വേർബ് ആൻഡ് ലോങ്ങിറ്റ്യൂഡൽ വേർബ്സ്. ട്രാൻസ്വേഴ്സ് വേർബ്സും അതുപോലെ തന്നെ ലോങ്ങിറ്റ്യൂഡൽ വേർബ്സും നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ട്രാൻസ്വേഴ്സ് വേർബിന്റെ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ട്രാൻസ്വേഴ്സ് വേർബിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? ട്രാൻസ്വേഴ്സ് വേർബിന്റെ എക്സാമ്പിൾ നമ്മുടെ ലൈറ്റ് വേവ് ട്രാൻസ്വേഴ്സ് വേർബ് ആണ്. അതുപോലെ തന്നെ ഓസിലേറ്റിംഗ് സ്ട്രിങ്, ഒരു സ്ട്രിങ് ഇല്ലേ, ഓസിലേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രിങ്, അതുപോലെ തന്നെ സെയ്സ്മിക് എസ് വേർബ്സ് ഒക്കെ ട്രാൻസ്വേഴ്സ് വേർബ്സിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ലോങ്ങിറ്റ്യൂഡലിന്റെ പ്രത്യേകത എന്താണ്? വി ക്യാൻ സെൻസ് ബട്ട് കനോട്ട് സീ. നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന വേർബ്സ് ആയിരിക്കും. എക്സാമ്പിൾ വരുന്ന നമ്മുടെ സൗണ്ട് വേർവ്, അതുപോലെ തന്നെ പ്രഷർ വേർവ്, സെയ്സ്മിക് പി വേർബ്സ് ഒക്കെ എന്താണ്? അതായത് നമ്മുടെ തൂക്കിന്റെ സമയത്ത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ സമയത്ത് ജനറേറ്റ് ചെയ്യുന്ന വേർബ്സ് ആണ് സെയ്സ്മിക് പി വേർബ്സ് എന്ന് പറയുന്നത്. പി വേർബ്സ് ഒക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? നമ്മുടെ ലോങ്ങിറ്റ്യൂഡൽ വേർബ്സിന് എക്സാമ്പിൾസ് ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 2 എക്സാമ്പിൾ വെച്ചിട്ടെങ്കിലും എഴുതാം. ഓക്കെ, നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ ഒരു ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? എ പ്രോഗ്രസീവ് ഹാർമോണിക് വേർബ് ഈസ് ഗിവൺ ബൈ y is equal to 10 minus 4 sin into 100 pi t minus 0.1 pi x. Calculate its frequency, wavelength, velocity and y and x are in meter. y ഉം x എന്താണ്? മീറ്ററിലാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ജനറിക് ആയിട്ടുള്ള ഒരു വേർബിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യണം, വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ വെലോസിറ്റി ഓഫ് ദ വേവ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മൾ പഠിച്ചതാണല്ലേ. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ജനറിക് ആയിട്ടുള്ള ഒരു SHM അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഹാർമോണിക് വേവ്സിന്റെ ഇക്വേഷൻ ആണ് y is equal to a sin omega t minus kx. എന്താണ്? y is equal to a sin omega t minus kx, അല്ലെങ്കിൽ y is equal to a sin into 2 pi t by t minus 2 pi x by lambda. ഓക്കെ, എന്താണ്? y is equal to a sin 2 pi t divided by t minus 2 pi x by lambda. അതായത് കെയുടെയും ഒമേഗയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് തന്നേക്കുന്ന ഇക്വേഷൻ എന്താ? 10 minus 4 sin into 100 pi t minus 0.1 pi x അല്ലേ? ഇതിൽ നമുക്ക് എന്തൊക്കെ ഡാറ്റാസ് കിട്ടി? ഈ ഒരു ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഡാറ്റാസ് കിട്ടി? ഓക്കെ, എന്തൊക്കെ ഡാറ്റാസ് കിട്ടി? 100 പൈ എന്ന് പറയുന്നത് എന്താണ്? 2 pi by t അല്ലെങ്കിൽ 2 pi mu ആണ് അല്ലെ. 1 by t is equal to frequency അല്ലേ.
ഓക്കെ, അപ്പൊ ഇവിടെ 100 പൈ എന്ന് പറയുന്നത് എന്താണ്? 2 പൈ ഇൻറ്റു മ്യൂ ആണ്. ഓക്കെ, 100 പൈ ഈസ് ഈക്വൽ ടു 2 പൈ ഇൻറ്റു മ്യൂ ആണെങ്കിൽ ഇവിടെ മ്യൂ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 50 ഹെർട്സ് എന്ന് കിട്ടും അല്ലേ? 100 ബൈ ഈ 2 ഇങ്ങോട്ട് വരും, പൈയും ക്യാൻസൽ ആയി പോയി. 100 ബൈ 2 ഈസ് ഈക്വൽ ടു 50 ഹെർട്സ് എന്ന് കിട്ടി. അപ്പൊ ഫ്രീക്വൻസി കിട്ടിയല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? വേവ് ലെങ്ത് അല്ലെങ്കിൽ ലാംഡ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 2 പൈ ബൈ ലാംഡ എന്ന് പറയുന്നത്, അതായത് 2 പൈ ബൈ ലാംഡ ഈസ് ഈക്വൽ ടു 0.1 ആണ് അല്ലേ? ഈ ഒരു ടേം 2 പൈ ബൈ ലാംഡ ഈസ് ഈക്വൽ ടു 0.1 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 2 പൈ ബൈ ലാംഡ ഈസ് ഈക്വൽ ടു 0.1 പൈ ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, പൈ ക്യാൻസൽ ചെയ്തു. 2 ബൈ ലാംഡ ഈസ് ഈക്വൽ ടു 0.1 എന്ന് കിട്ടും. therefore ലാംഡ ഈസ് ഈക്വൽ ടു 20 മീറ്റർ എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? ലാംഡ ഈസ് ഈക്വൽ ടു 20 മീറ്റർ എന്ന് കിട്ടും. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ആണ്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ലാംഡ ഈസ് ഈക്വൽ ടു 1000 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആദ്യം ഇതിന്റെ ജനറിക് ഫോം, അതായത് ജനറിക് ഫോം നമുക്കറിയാം അല്ലെ? ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. ജനറിക് ഫോം എന്താണ്? y ഈസ് ഈക്വൽ ടു a sin ഒമേഗ ടി മൈനസ് കെ എക്സ്, അല്ലെങ്കിൽ y ഈസ് ഈക്വൽ ടു a sin 2 പൈ ടി ബൈ ടി മൈനസ് 2 പൈ എക്സ് ബൈ ലാംഡയാണ്. അപ്പൊ ഈ ഇക്വേഷനും ഈ ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഒമേഗയുടെ വാല്യൂ കിട്ടും. ഫ്രീക്വൻസിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈസി ആയിരിക്കുമല്ലോ അല്ലെ? അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യനെ സോൾവ് ചെയ്യുക. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഓക്കെ, എല്ലാവരും നല്ല കോൺസെൻട്രേഷനോട് കൂടിയിട്ട് വേണം ഇരിക്കാന്. ഓക്കെ, നമ്മൾ പറയുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇക്വേഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇക്വേഷൻസ് നോട്ട് ചെയ്യുക, അതുപോലെ സോൾവ് ചെയ്ത് പഠിക്കുക. ഇങ്ങനെ ന്യൂമറിക്കൽസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നല്ല രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിൽ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. State the difference between longitudinal and transverse verb. ട്രാൻസ്വേഴ്സ് വേർബ്സും അതുപോലെ തന്നെ ലോങ്ങിറ്റ്യൂഡൽ വേർബും തമ്മിലുള്ള ഡിഫറൻസ് ഒരു 2 മാർക്കിന്റെ മാക്സിമം ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. therefore 2 ഡിഫറൻസ് എങ്കിലും എന്ത് ചെയ്യാൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ട്രാൻസ്വേഴ്സ് വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ആർ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ്. അതായത് ട്രാൻസ്വേഴ്സ് വേർബ്സിലെ പാർട്ടിക്കിൾസിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ദ പ്രൊപ്പഗേഷൻ ഓഫ് വേർബിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. എന്നാൽ ഇവിടെ എങ്ങനെയാണ്? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ അലോങ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേർബ് ആയിരിക്കും. ഓക്കെ, ഇവിടെ പെർപെൻഡിക്കുലർ ആയിരിക്കും, ഇവിടെ അലോങ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേർബ് ആയിരിക്കും. നെക്സ്റ്റ്, ട്രാൻസ്വേഴ്സ് വേർബ് ലുക്ക് ആസ് എ ക്രസ്റ്റ് ആൻഡ് ട്രഫ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ ദ മീഡിയം. ഒരു മീഡിയത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ക്രസ്റ്റ് ആൻഡ് ട്രഫ് ആയിട്ടാണ് നമ്മുടെ ട്രാൻസ്വേഴ്സ് വേർബ്സ് നമുക്ക് കാണപ്പെടുന്നത്. ഓക്കെ, എന്നാൽ ലോങ്ങിറ്റ്യൂഡൽ വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പിയറൻസ് ഓഫ് ഓൾട്ടർനേറ്റ് കംപ്രഷൻ ആൻഡ് റിഫ്രാക്ഷൻ മൂവിങ് ഫോർവേഡ്. മുന്നോട്ട് പോകുന്ന ഓൾട്ടർനേറ്റ് കംപ്രഷൻ ആൻഡ് റിഫ്രാക്ഷന്റെ രീതിയിലായിരിക്കും നമ്മുടെ ട്രാൻസ്വേഴ്സ് വേർബ്സിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? ഇത് ഒരു ട്രഫ് ആൻഡ് ക്രസ്റ്റ് പോലെ, ഒരു മീഡിയത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേർബിന്റെ ട്രഫ് ആൻഡ് ക്രസ്റ്റ് പോലെ ആയിരിക്കും നമ്മുടെ ട്രാൻസ്വേഴ്സ് വേർബ്സ് ഉണ്ടായിരിക്കുക. നെക്സ്റ്റ്, ട്രാൻസ്വേഴ്സ് വേർബ് ക്യാൻ ഓൺലി ബി ട്രാൻസ്മിറ്റഡ് ഇൻ സോളിഡ്സ് ഓർ ഓൺ ദ സർഫസ് ഓഫ് ദ ലിക്വിഡ്. ഒന്നെങ്കിൽ ലിക്വിഡിന്റെ സർഫസിലോ അല്ലെങ്കിൽ സോളിഡ്സിലോ ആയിരിക്കും നമ്മുടെ ട്രാൻസ്വേഴ്സ് വേർബ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ ലോങ്ങിറ്റ്യൂഡൽ വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ട്രാവൽ ഇൻ സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. സോളിഡ്സിലും ലിക്വിഡ്സിലും ഗ്യാസസിലും ആർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും? ലോങ്ങിറ്റ്യൂഡൽ വേർബ്സിന് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതാണ് ഇവർ തമ്മിലുള്ള മെയിൻ ഡിഫറൻസുകൾ. ഓക്കെ, നെക്സ്റ്റ്, ഡിഫറൻസുകൾ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ടാബിൾ ചെയ്തിട്ട് തന്നെ എഴുതുക. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ആൻസർ ഐഡന്റിഫൈ ചെയ്യാനും നമുക്ക് മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ 5th ക്വസ്റ്റ്യൻ. 2 simple harmonic verbs are represented by the equation y is equal to a sin omega t minus kx and y2 is equal to a sin omega t minus kx plus 5.
വാട്ട് ഈസ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു വേർബ്സ്? ആ രണ്ട് വേർബുകൾ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് രണ്ട് വേർബ്സ് തന്നിട്ടുണ്ട് അല്ലെ. y1 is equal to a sin omega t minus kx ഉം y2 is equal to a sin omega t minus kx plus 5. ഓക്കെ, അപ്പൊ ഇവർ തമ്മിലുള്ള ഫേസ് എന്ന് പറയുന്നത് ഇതാണ്. ഓരോ വേർബ്സിന്റെയും ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷനിലെ ഈ ടേം ആണ്. ഇവരുടെ ഫേസ് ഡിഫറൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് വേർബിന്റെ ഫേസ് എന്താണ്? ഒമേഗ ടി മൈനസ് കെ എക്സ് ആണ്. മൈനസ് സെക്കൻഡ് വേർബിന്റെ ഫേസ് ആണ് ഒമേഗ ടി മൈനസ് കെ എക്സ് പ്ലസ് 5 എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് മൈനസ് അകത്തേക്ക് എടുക്കാം. മീൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒമേഗ ടി മൈനസ് കെ എക്സ് മൈനസ് ഒമേഗ ടി മൈനസ് മൈനസ് ഇവിടെ എന്തായി? പ്ലസ് കെ എക്സ്. ഈ മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ -5 ആയി. ഓക്കെ, മൈനസ് ഒമേഗ ടിയും പ്ലസ് ഒമേഗ ടിയും ക്യാൻസൽ ആയിപ്പോയി. മൈനസ് കെ എക്സും പ്ലസ് കെ എക്സും ക്യാൻസൽ ആയിപ്പോയി. ലാസ്റ്റ് ഇവിടെ വന്നത് -5 ആണ്. ഓക്കെ, ഇവിടെ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ദാറ്റ് എ പോയിന്റ് പൊസിഷൻ ലേറ്റർ വിൽ അക്വയർ ദ സെയിം ഫേസ് അറ്റ് ലേറ്റർ ടൈം. അതായത് ഒരു പോയിന്റില് നെക്സ്റ്റ് ടൈം എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ലേറ്റർ ടൈമിൽ സെയിം ഫേസ് തന്നെ അക്വയർ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുന്നതാണ് ഇവിടെ നെഗറ്റീവ് സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് വേർബ്സ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്താണ്? 5 ആണ് അവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാല് നിങ്ങൾ എന്ത് ചെയ്യുക? അവരുടെ രണ്ട് വേവ്സിന്റെയും ആ ഇക്വേഷൻസിൽ നിന്ന് ഫേസ് ഏതാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ദെൻ അവർ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ മീൻ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, at what temperature is the speed of sound in air doubles of its value at STP? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലുള്ള വാല്യൂവിനേക്കാളും ഡബിൾ ആവുന്നത്, ഇതിനേക്കാളും ഡബിൾ വാല്യൂ നമ്മുടെ സ്പീഡിന് കിട്ടുന്നത് ഏത് ടെമ്പറേച്ചറിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ മീഡിയം ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ എന്ന് പറയുന്നത് √T/m ആണ്. ഓക്കെ, v/v0 എന്ന് പറയുന്നത് √T/m ആണ്. 6th ക്വസ്റ്റ്യൻ നോക്കാം. At what temperature is the speed of sound in air double of its value at STP? ഏത് ടെമ്പറേച്ചറിലാണ് നമ്മുടെ സ്പീഡ്, സൗണ്ടിന്റെ സ്പീഡ്, എയറിലുള്ള സൗണ്ടിന്റെ സ്പീഡ് STP-യേക്കാളും ഡബിൾ ആവുന്നത് ഏത് ടെമ്പറേച്ചറിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനില് നമുക്ക് അറിയാവുന്ന, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? v/v0 is equal to √T/m ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എ മീഡിയം ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ is equal to √T/m ആണ്. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ്. ഓക്കെ, ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എയറിലേക്കാളും ഡബിൾ ആവും, മീഡിയത്തിലെ വെലോസിറ്റി എയറിലേക്കാളും ഡബിൾ ആവുന്ന കണ്ടീഷൻ. അതായത് എയറിലത് 1 ആണെങ്കിൽ മീഡിയത്തിലത് 2. ഓക്കെ, അപ്പൊ അങ്ങനെ ഡബിൾ ആവുന്ന കണ്ടീഷൻ എന്ന് പറയുമ്പോൾ v/v0 എന്തായിരിക്കും? 2 ആയിരിക്കൂല. ഓക്കെ, അപ്പൊ 2 is equal to √T/273. ദാറ്റ് ഈസ് m is equal to 273. അപ്പൊ അതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. എന്ത് ചെയ്താൽ മതി? രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം അല്ലെ. സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4 is equal to T/273 എന്ന് കിട്ടി. ദാറ്റ് ഈസ് T is equal to 273 into 4 is equal to 1092 Kelvin എന്ന് കിട്ടി. ഓക്കെ, ഈ ഒരു കുഞ്ഞു ഇക്വേഷന്റെ ആവശ്യം നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനുള്ളൂ. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7th ക്വസ്റ്റ്യൻ. Write the formula for the velocity of verb on a stretched string. ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലെ വെർബിന്റെ വെലോസിറ്റി ഇക്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലെ വെലോസിറ്റി ഓഫ് എ ട്രാൻസ്വേഴ്സ് വെർബ് ഇൻ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്? നമ്മൾ പഠിച്ചതാണ്. എന്താണ് ഇക്വേഷൻ? v is equal to √F/m ആണ്. ഓക്കെ, √F/m ആണ്. ഇവിടെ F എന്ന് പറയുന്നത് എന്താണ്? ടെൻഷൻ ഇൻ ദ സ്ട്രിങ് ആണ്. m എന്ന് പറയുന്നത് എന്താണ്? മാസ് അല്ലെ, മാസ് പെർ യൂണിറ്റ് ലെങ്ത്. അതായത് ആ സ്ട്രിങ്ങിന്റെ പെർ യൂണിറ്റ് ലെങ്ത്തിലുള്ള മാസ് ആണ് m എന്ന് പറയുന്നത്. F എന്ന് പറയുന്നത് ആ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്? √F/m ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 8th question. Two similar verb pulses traveling in the opposite direction. രണ്ട് സിമിലർ ആയിട്ടുള്ള verb pulses ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ്, ട്രാവൽ ചെയ്യാണ്. എന്നിട്ട് അവരൊരു തമ്മിൽ മീറ്റ് ചെയ്യാണ്. വാട്ട് ഹാപ്പൻസ്? നമുക്ക് രണ്ട് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ആ രണ്ട് കണ്ടീഷനിലും എന്താണ് സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് കണ്ടീഷൻ എന്താ? When the verbs are in the same phase.
വേർബ്സ് ഒരേ ഫേസിലായിരിക്കുമ്പോൾ. അതുപോലെ തന്നെ ദ വേർബ്സ് ആർ ഇൻ ദ ഓപ്പോസിറ്റ് ഫേസ്, വേർബ്സ് ഓപ്പോസിറ്റ് ഫേസിലായിരിക്കുമ്പോൾ. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസിലും ഇവർ തമ്മിലുള്ള എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സെയിം ഫേസിലായിരിക്കുമ്പോൾ നമുക്കറിയാം രണ്ട് പൾസസ് ട്രാവൽ ചെയ്യാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ആ ഔട്ട്കം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരേ ഒരു കാര്യത്തിനെയാണ്. എന്തിനെയാണ്? ഫേസ് ഡിഫറൻസ്. ആ രണ്ട് വേർബ്സുകൾക്കിടയിലുള്ള ഫേസ് ഡിഫറൻസിനെയാണ് എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത്. സെയിം ഫേസിലായിരിക്കുമ്പോൾ the pulse pass through the each other without changing their shape. അവരെന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തു പോകും. അവർക്ക് ഷേപ്പിൽ യാതൊരു ചേഞ്ചും വരാതെ തന്നെ അവരെന്ത് ചെയ്യും? പാസ് ചെയ്തു പോകും. ആഫ്റ്റർ ദ ഓവർലാപ്പ് each pulse continues traveling the same direction as before. മുന്നേ ഉണ്ടായിരുന്ന അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും ഓവർലാപ്പ് ചെയ്തതിന് ശേഷം അവർ മൂവ് ചെയ്യുന്നത്. സെയിം ഫേസിലാണെങ്കിൽ. ഇനി സെയിം ഫേസിലല്ല, അവർ ഓപ്പോസിറ്റ് ഫേസസിലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ദ പൾസ് ഇന്റർഫിയർസ് വിത്ത് ഈച്ച് അതർ. രണ്ടും കൂടെ എന്ത് ചെയ്യും? ഇന്റർഫിയർ ചെയ്യും. രണ്ട് വേർബ്സും കൂടെ ഇന്റർഫിയർ ചെയ്യും. അത് ഒന്നെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടോ ആയിരിക്കും ഇന്റർഫറൻസ് നടക്കുന്നത്. ഓക്കെ, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പൾസസ് ഓവർലാപ്പ് ടു ക്രിയേറ്റ് ലാർജർ വേവ്. പൾസുകൾ എന്ത് ചെയ്യും? ഓവർലാപ്പ് ചെയ്തിട്ട് ഒരു ലാർജ് വേവ് ക്രിയേറ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ദ പൾസസ് ഓവർലാപ്പ് ആൻഡ് ക്യാൻസൽ ഈച്ച് അതർ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്തിട്ട് ക്യാൻസൽ ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഈ രണ്ട് സിറ്റുവേഷൻ സംഭവിക്കുന്നത് ഫേസസ് ഓപ്പോസിറ്റ് ആകുമ്പോഴും സെയിം ഫേസിലായിരിക്കും അവർക്ക് ഒരു ചേഞ്ചസ് ഉണ്ടാവില്ല അല്ലെ. അവർ ഓവർലാപ്പ് ചെയ്ത് പാസ് ചെയ്തിട്ട് സെയിം ഡയറക്ഷൻ മുന്നേ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ മുന്നോട്ട് പോകും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു സ്ട്രിങ്ങിൽ രണ്ട് വേർബ്സ് മീറ്റ് ചെയ്യുന്ന രണ്ട് കേസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? വേർബ്സ് തമ്മിൽ ഒരു സ്ട്രിങ്ങിൽ രണ്ട് വേർബ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണ്. അവരൊരു പോയിന്റിൽ വെച്ച് മീറ്റ് ചെയ്യുകയാണ്. അവരുടെ സെയിം ഫേസിൽ, അതായത് അവരുടെ ആ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു ഇന്റർഫിയറൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന അവരുടെ ഫേസ് ഡിഫറൻസിനെയാണ്. അപ്പൊ അവർ ഒരേ ഫേസിലുള്ളവരാണെങ്കിൽ അവർ ഓവർലാപ്പ് ചെയ്തിട്ട് സെയിം പാത്തിലൂടെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകും. ഇനി അങ്ങനെയല്ല, ഓപ്പോസിറ്റ് ഫേസിലുള്ളവരാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഒന്നെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കും. ക്ലിയർ ആയല്ലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ എല്ലാവരും നല്ല കോൺസെൻട്രേഷനോടെ ഇരിക്കുക. അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളെ എല്ലാ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിലൂടെ ചോദിക്കുക. നമുക്ക് അതൊക്കെ സോൾവ് ചെയ്തിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. If the intensity ratio of two verbs is 1:16 and they produce interference, calculate their Imax by Iminimum. Okay, അതായത് Imax divided by Iminimum അല്ലെങ്കിൽ Imax ഇന്റൻസിറ്റിയുടെ റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? രണ്ട് വേർബ്സ് ഇന്റർഫിയർ ചെയ്യുന്ന രണ്ട് വേർബ്സുകളുടെ ഇന്റൻസിറ്റി റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാണ്? 1:16 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് Imax divided by Iminimum ആണ്. നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫിസിക്സിലെ പ്രോബ്ലംസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. നമ്മൾ ആകെ അറിഞ്ഞിരിക്കേണ്ടത് ആ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കാന്നുള്ളത്. ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്, ഇവിടെ ഞാൻ ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചറിയണം. അതിനാദ്യം നമ്മൾ എന്താണ്, എവിടെയാണ് ആ ഇക്വേഷൻസ്, ഏത് ഭാഗത്താണ് വരുന്നത്, അതുമായി റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് എന്തൊക്കെയാണ്. നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ സോൾവ് ചെയ്ത് പഠിക്കുക. നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് തന്നിട്ടുണ്ട് I1:I2 എന്ന് പറയുന്നത് 16:1 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം Imax by Iminimum ഇക്വേഷൻ നമുക്കറിയാം അല്ലെ. √I1 + I2 √I2 divided by √I1 + √I2 ഹോൾ സ്ക്വയർ ആണ് Imax divided by Iminimum എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ വരുന്നത് √I1 by I2 + 1 divided by √I1 by I2 - 1 the whole square ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇക്വേഷനിൽ I1ന്റെ I2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. I1 = 16 and I2 = 1 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? √16 + 1 divided by √16 - 1. ഈ ഇക്വേഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും അല്ലെ. √16 + 1 divided by √16 - 1 the whole square എന്ന് കിട്ടി. ദാറ്റ് ഈസ് നമുക്ക് √16 എത്രയാ? 4 ആണ്. 4 + 1 divided by 4 - 1 the whole square എന്ന് കിട്ടി. ദാറ്റ് ഈസ് 5 divided by 3 the whole square അല്ലേ.
is equal to 25/9. അപ്പൊ I max by I minimത്തിന്റെ റേഷ്യോ കിട്ടിയല്ലോ 25/9. ഓക്കെ, ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഈ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. എന്താണ് I max divided by I minimum is equal to root of I1 plus I2 divided by root of I1 plus I1 minus I2 ആണ് കേട്ടോ. root of I1 minus root of I2 whole the square. ഓക്കെ, പിന്നെ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാ. 10th question. The interference of light wave can be observed with the help of മൂന്ന് ഇൻസ്ട്രുമെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. സ്പെക്ട്രോമീറ്റർ, ഫോട്ടോമീറ്റർ ആൻഡ് പ്രിസം. ഓക്കെ, ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് സ്പെക്ട്രോമീറ്റർ ആണ്, സെക്കൻഡ് ഓപ്ഷൻ ഫോട്ടോമീറ്റർ ആൻഡ് തേർഡ് ഓപ്ഷൻ ഈസ് പ്രിസം. എങ്ങനെയാണ് രണ്ട് ലൈറ്റ് വേവ്സിന്റെ ഇന്റർഫറൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നത്, ഏത് ഇൻസ്ട്രുമെന്റിന്റെ സഹായത്തോടു കൂടിയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ആൻസർ വരുന്നത് സ്പെക്ട്രോമീറ്റർ ആണ്. സ്പെക്ട്രോമീറ്ററിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, രണ്ട് ലൈറ്റ് വേവ്സിന്റെ ഇന്റർഫറൻസ് നമ്മൾ നിരീക്ഷിക്കുന്നത്. ഓക്കെ, 11th question. Out of open and closed organ pipe, which one is richer in overtones? ഓവർടോൺസിൽ റിച്ചർ ആയിട്ട് വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഓപ്പൺ പൈപ്പും ഉണ്ട്, ക്ലോസ്ഡ് പൈപ്പും ഉണ്ട്. നമ്മുടെ ഓർഗൻ പൈപ്പ്സ് ആണല്ലേ ഓപ്പൺ പൈപ്പും ക്ലോസ്ഡ് പൈപ്പും. അപ്പൊ അതിൽ ഏതാണ് ഓവർടൂൺ റിച്ച് ആയിട്ട് വരുന്നത്? ഓപ്പൺ പൈപ്പ് ആണ് നമ്മുടെ ഓവർടൂൺ റിച്ചർ ആയിട്ട് വരുന്നത്. ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ല, MCQ ടൈപ്പ് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ വരുന്നത് എന്താണ്, ഓപ്പൺ പൈപ്പിനാണ് എന്ത് വരുന്നത്, റിച്ച് ആയിട്ടുള്ള ഓവർടോൺസ് വരുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ക്വസ്റ്റ്യൻ ആണ്, അതായത് വിട്ട ഭാഗം പൂരിപ്പിക്കുക. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ പുതിയ NIOSന്റെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഓപ്ഷൻസ് തരും. ഓക്കെ, ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഫില്ല് ചെയ്യേണ്ട ആ വേർഡ് ഏതാണോ അത് നമുക്കിവിടെ ഓപ്ഷൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ആർ ജനറേറ്റഡ് ബൈ ഓസിലേറ്റിംഗ് കറന്റ്. ഡാഷ് ആർ ജനറേറ്റഡ് ബൈ ഓസിലേറ്റിംഗ് കറന്റ് ഇൻ എ സ്പെഷ്യൽ വാക്വം ട്യൂബ്. സ്പെഷ്യൽ വാക്വം ട്യൂബില് കറണ്ട് ഓസിലേറ്റ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യുന്നത് എന്താണ് മൈക്രോവേവ്സ് ആണ് അല്ലെ. The microwaves are generated by oscillating current in a special vacuum tube. ഒരു സ്പെഷ്യൽ വാക്വം ട്യൂബില് കറണ്ട് ഓസിലേറ്റ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യുന്നത് നമ്മുടെ മൈക്രോവേവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹ്യൂമൻ ഐ ഈസ് മോർ സെൻസിറ്റീവ് ടു ഡാഷ് കളർ ലൈറ്റ്. ഏത് കളർ ലൈറ്റിനാണ് നമ്മുടെ കണ്ണ് കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ളത്? ഏത് കളറാണ്? യെല്ലോ, ഗ്രീൻ കളേഴ്സിനോടാണ് നമ്മുടെ കണ്ണുകളെ കൂടുതൽ സെൻസിറ്റീവ് ആയിട്ട് വരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഓഫ് അൾട്രാ വയലറ്റ് റേഡിയേഷൻ. അൾട്രാ വയലറ്റ് റേഡിയേഷന്റെ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഏതാണ്? സൺ ആണ് അല്ലെ. സൺ ഈസ് ദ ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഓഫ് അൾട്രാ വയലറ്റ് റേഡിയേഷൻ. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നന്നായിട്ട് വായിച്ചിരിക്കണം. ഇപ്പൊ നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ എല്ലാവരും കേൾക്കുന്നതാണ് അല്ലെ. ആ ക്ലാസ്സിലൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എക്സ്പ്ലെയിൻ അബൌട്ട് ദ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ EM വേവ്സ്. EM വേവ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 2 മാർക്കിന് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, 2 മാർക്ക് എന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു വെക്കാം. ഓക്കെ, എന്താണ് EM വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് വേവ് തന്നെയാണ് EM വേവ്. അവരുടെ വേവ് ലെങ്ത്തിന്റെ റേഞ്ച് വരുന്നത് 4000 ആംസ്ട്രോം ടു 7500 ആംസ്ട്രോം ആണ്. ഓക്കെ, 4000 ആംസ്ട്രോത്തിനും അതുപോലെ തന്നെ 7500 ആംസ്ട്രോത്തിനും ഇടയിലാണ് നമ്മളെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ ഫ്രീക്വൻസി റേഞ്ച് വേവ് ലെങ്ത്തിന്റെ റേഞ്ച് വരുന്നത്. ഓക്കെ, അവരുടെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, EM വേവ്സ് ട്രാൻസ്വേഴ്സ് ആയിരിക്കും. EM വേവ്സ് ട്രാൻസ്വേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ദേ കൺസിസ്റ്റ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അവരിൽ എന്തുണ്ട്, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഓസിലേറ്റ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ഓക്കെ,
right angle to each other and also perpendicular to the direction of propagation of the wave. അവരുടെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനും പെർപെൻഡിക്കുലർ ആയിരിക്കും, അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ഇതാണ് നമ്മുടെ EM വേവ്സിന്റെ പ്രത്യേകതകൾ. ഓക്കെ, എന്താണ് അവരുടെ വേവ് ലെങ്തിന്റെ റേഞ്ച് 4000 to 7500 ആംസ്ട്രോം ആണ്. അതുപോലെ തന്നെ അവർ ട്രാൻസ്വേഴ്സ് ആയിരിക്കും, മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ അവര് നമ്മുടെ ഫ്രീ സ്പേസിൽ യൂണിഫോം വെലോസിറ്റിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അവരുടെ നേച്ചർ ആൻഡ് ആക്ഷൻ എന്ന് പറയുന്നത് അവരുടെ ഫ്രീക്വൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ വേവ്സിന്റെ EM വേവ്സിന്റെ നേച്ചർ ആൻഡ് ആക്ഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ ഫ്രീക്വൻസിനെയാണ്. നമ്മുടെ EM സ്പെക്ട്രം എന്ന് പറയുന്നത് EM വേവ്സിനെ അവരുടെ ഫ്രീക്വൻസിയുടെയോ അല്ലെങ്കിൽ വേവ് ലെങ്ത് ഇൻക്രീസ് ഓർ ഡിക്രീസ് ചെയ്യുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്തേക്കുന്നതിനെയാണ് നമ്മൾ EM സ്പെക്ട്രം അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ക്ലിയർ ആയല്ലോ? അപ്പൊ EM വേവ്സിനെ കുറിച്ചിട്ട് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുമല്ലോ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which gas in the atmosphere absorb the ultraviolet radiation from sun before reaching the earth's surface? സണ്ണിൽ നിന്ന് എർത്തിന്റെ സർഫസിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഏത് ഗ്യാസ് ആണ് UV റേസിനെ അബ്സോർബ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതാണ്? ഓസോൺ ആണ് അല്ലെ? ഓസോൺ ആണ് നമ്മുടെ UV റേഡിയേഷൻ, സണ്ണിൽ നിന്ന് എർത്തിലേക്ക് വരുന്ന UV റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യുന്നത് നമ്മുടെ ഓസോൺ ആണ്. 50th question. What are the characteristics of musical sound? നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ, മ്യൂസിക്കൽ സൗണ്ടിന്റെ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഏതൊക്കെയാണ്? പിച്ച് ഉണ്ട്, ലൗഡ്നെസ് ഉണ്ട്, അതുപോലെ ക്വാളിറ്റി ഉണ്ട്. പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മ്യൂസിക്കൽ സൗണ്ടിന്റെ ക്യാരക്ടർ ആണ് ദാറ്റ് എനേബിൾ us to classify the note as high or low. അതായത് ആ മ്യൂസിക്കൽ നോട്ടിനെ ഹൈ ഓർ ലോ ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഈ പിച്ച് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമുക്കതിനെ, അതായത് ഹൈ പിച്ചാണോ ലോ പിച്ചാണ്, ഈ രീതിയിൽ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ആ ക്ലാസിഫൈ ചെയ്യുന്ന അതിൻ്റെ ഒരു ക്യാരക്ടറാണ് പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സബ്ജക്റ്റീവ് ക്വാണ്ടിറ്റി ആണ്, നമുക്ക് ഒരിക്കലും ഒരു ഇൻസ്ട്രുമെന്റ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ലൗഡ്നെസ്. ലൗഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സബ്ജക്റ്റീവ് എഫക്റ്റ് തന്നെയാണ് അല്ലെ. The intensity of sound received by the listener air. ലിസൺ ചെയ്യുന്ന ആളുടെ ചെവിയിലേക്ക് അത് എത്ര ഇന്റൻസിറ്റിയിലാണോ വരുന്നത് അതിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു സൗണ്ടിന്റെ ആ ഒരു എഫക്റ്റിനെയാണ് നമ്മളത് ലൗഡ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വാളിറ്റി. ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് വേവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് which enable us to distinguish between two notes of same pitch and intensity. അതായത് സെയിം പിച്ചിലും ഇന്റൻസിറ്റിയിലുള്ള രണ്ട് നോട്ട്സിനെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് തരുന്ന അല്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു ക്വാളിറ്റി. അതായത് ഇന്റൻസിറ്റി സെയിം ആണ്, പിച്ച് സെയിം ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവരെ നമ്മൾ ഡിഫറൻസ് ചെയ്യുന്നത് ക്വാളിറ്റി വെച്ചിട്ടാണ്. എത്ര ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് നമ്മൾ രണ്ട് ഇൻസ്ട്രുമെന്റ് വെച്ചൊരു സൗണ്ട് കേൾക്കണം. ആ സൗണ്ട് ഇന്റൻസിറ്റി സെയിം ആണ്, പിച്ച് സെയിം ആണ്, പക്ഷെ ആ രണ്ട് ഇൻസ്ട്രുമെന്റിൽ നിന്ന് വരുന്ന ക്വാളിറ്റി വെച്ചിട്ടായിരിക്കും നമ്മൾ അതിനെ എന്താക്കുന്നത്, തരംതിരിക്കുന്നത്. ഇത്രയാണ് നമ്മുടെ മ്യൂസിക്കൽ സൗണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ 14th ചാപ്റ്ററിലെ മിക്ക പോർഷൻസും നമ്മൾ കവർ ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. 15ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്തു. ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് 15th ചാപ്റ്റർ ആണ്. ദാറ്റ് ഈസ് ദ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. നമ്മുടെ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇലക്ട്രിക് ചാർജ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പബ്ലിക് എക്സാമിന് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതും എല്ലാ ചാപ്റ്റേഴ്സും വരുന്നതായിട്ടുള്ള ഒരു മൊഡ്യൂളാണ് അല്ലെ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് ലെങ്തി ആയിട്ടുള്ള മൊഡ്യൂളാണ്, അതുപോലെ തന്നെ ഒത്തിരി മാർക്കിന് നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന ഒരു മൊഡ്യൂൾ കൂടെയാണിത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ദ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. ദ ഇലക്ട്രിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു സ്റ്റേഷനറി ചാർജ് ബിക്കം 1/10 when the space between them is filled by dielectric medium. The relative permittivity of the medium is. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് തന്നേക്കുന്ന എന്താണ്, രണ്ട് സ്റ്റേഷനറി ചാർജുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫോഴ്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്.
എത്രയാണ് 1/10 ആണ്. അതായത് ഇലക്ട്രിക് ഫോഴ്സിന്റെ വാല്യൂ 1/10 ആണെന്ന് തന്നിട്ടുണ്ട്. when the space is അവർക്കിടയിലുള്ള സ്പേസ് വേറൊരു മീഡിയം വെച്ചിട്ട് ഫില്ല് ചെയ്യാണ്. ഓക്കെ, അപ്പൊ എയറിലുള്ള അവരുടെ ഇലക്ട്രിക് ഫോഴ്സിന്റെ വാല്യൂ എഫ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ മീഡിയത്തിൻ്റെത് എഫ് എം ആണ്. അപ്പൊ ഈ FM/F എന്ന് പറയുന്നതാണ് എന്ത് 1/10 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി, അതിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം എഫ് നമുക്ക് തന്നിട്ടുള്ളത് F0/Fm. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് FM/F0 ഈസ് ഈക്വൽ ടു 1/10 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ FM ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? FM ഈസ് ഈക്വൽ ടു F0 ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതാം. ഈ FM/F0ക്ക് വേറൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. എന്താണ്? ഈസ് ഈക്വൽ ടു ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. FM/F0 എന്ന് പറയുന്നത് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് F0/Fm എന്ന് പറയുന്നതാണ് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. F0 ഡിവൈഡഡ് ബൈ Fm എന്ന് പറയുന്നത് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. നമുക്ക് തന്നേക്കുന്നത് FM ഇസ് ഈക്വൽ ടു F0/10 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തൂടെ അല്ലേ? എന്താണ് FM/F0 എന്ന് പറയുന്നത് 1/10 ആണെങ്കിൽ F0/Fm എന്ന് പറയുന്നത് എന്തായിരിക്കും? 10 ആയിരിക്കും. ദാറ്റ് ഈസ് ദ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ക്ലിയർ ആയല്ലോ? നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ? ഓപ്ഷൻ സി ആണ് 10 വരുന്നത്. therefore നമ്മൾ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? F0/Fm എന്ന് പറയുന്നതാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് M എന്ന് പറയുന്നത്, സോറി K എന്ന് പറയുന്നത്. നമുക്ക് തന്നിട്ടുള്ളത് FM ഈസ് ഈക്വൽ ടു F0/10 ആണെന്ന് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഡയറക്റ്റ് റെസിപ്രോക്കേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കെയുടെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ഓപ്ഷൻ സി 10 ആണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ലോ ഡസ് നോട്ട് പെർട്ടൈൻ ടു ഇലക്ട്രോസ്റ്റാറ്റിക്? ഇലക്ട്രോസ്റ്റാറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത ലോ ഏതാണ്? ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ കൂളോംസ് ലോ, സെക്കൻഡ് ഓപ്ഷൻ ഗോസസ് ലോ, തേർഡ് ഓപ്ഷൻ ആംബിയേഴ്സ് ലോ, ആൻഡ് ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. ഇവിടെ ആൻസർ വരുന്നത് ആംബിയേഴ്സ് ലോ ആണ്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷനറി ചാർജുകളെ കുറിച്ചുള്ള പഠനമാണ്. എന്നാൽ ആംബിയേഴ്സ് ലോ റിലേറ്റ് ചെയ്തേക്കുന്നത് മൂവിങ് ചാർജുകളെ കുറിച്ച്. ഓക്കെ, മൂവ് ചെയ്യുന്ന ചാർജിനെ റിലേറ്റ് ചെയ്യുന്ന ലോ ആണ് ആംബിയേഴ്സ് ലോ എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ദാറ്റ് ഈസ് ദ ആംബിയേഴ്സ് ലോ. നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Two charges, each of magnitude 6 × 10⁻⁻10 coulomb, are separated by a distance of 2 meters. Calculate the magnitude of coulomb force between them. അവർക്കിടയിലുള്ള coulomb ഫോഴ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ട് ചാർജസിന്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. സെപ്പറേറ്റ് ചെയ്ത ഡിസ്റ്റൻസ് 2 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം coulomb ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? F ഈസ് ഈക്വൽ ടു K × Q1 Q2/R² ആണ് അല്ലെ? രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ചാർജുകളെ നമ്മൾ R ഡിസ്റ്റൻസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കിടയിലുള്ള കൂളോം ഫോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് K × Q1 Q2/R² ആണ്. ഇവിടെ നമുക്ക് Q1ന്റെ Q2യുടെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 6 × 10⁻10 കൂളോം ആണ് തന്നിട്ടുണ്ട്. R 2 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. Kയുടെ വാല്യൂ നമുക്കറിയാം 9 × 10⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 1/4πε0 ഇല്ലേ? അതാണ് ശരിക്കും ഈ K എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ 9 × 10⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ ആണ്. വാല്യൂ പഠിച്ചു വെക്കുക. ഓക്കെ, Q1 Q2 അറിയാം. എത്രയാണ്? 6 × 10⁻10 ദ ഹോൾ സ്ക്വയർ. Q1 Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q സ്ക്വയർ തന്നെയാണ്, ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ. ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. 81 × 10⁻11 ന്യൂട്ടൺ ആണ് കൂളോം ഫോഴ്സിന്റെ വാല്യൂ വരുന്നത്. 81 × 10⁻11 ന്യൂട്ടൺ ആണ്. ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇക്വേഷൻ പഠിച്ചു വെക്കുക. കൂളോം ഫോഴ്സിന്റെ വാല്യൂ K × Q1 Q2/R² ആയിരിക്കും. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. 3 equal positive point charges are placed at the 3 corners of a equilateral triangle. ഒരു ഇക്വലേറ്റർ ട്രയാങ്കിളിന്റെ 3 കോർണേഴ്സിൽ ചാർജ് ഒരു സെയിം ചാർജസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ സെൻട്രോയിഡിൽ വരുന്ന
അത് ഇക്വലേറ്ററൽ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡിൽ വരുന്ന ആ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കൊന്ന് ഫിഗർ വരച്ച് നോക്കാം. ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 3 സൈഡ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ. ഇതിന്റെ 3 കോർണേഴ്സിലും ഓരോ ചാർജസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈക്വൽ ആയിട്ടുള്ള ചാർജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ സെൻട്രൽ പോയിന്റ് ഇല്ലേ, ഈ സെൻട്രോയിഡിലുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മൾ സപ്പോസ് ചെയ്യുക ഒരു ടെസ്റ്റ് ചാർജ് Q0 നമ്മൾ എന്ത് ചെയ്യുക, ഈ സെൻട്രോയിഡ് പോയിന്റ് P എന്ന് പറയുന്ന ഈ പോയിന്റിൽ നമ്മളൊരു Q0 ചാർജ് പ്ലേസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, the test charge will experience a force in 3 direction. ഈ ടെസ്റ്റ് ചാർജ് എന്ത് ചെയ്യും, 3 ഡയറക്ഷനിൽ എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, മേക്കിംഗ് സെയിം ആംഗിൾ ബിറ്റ്വീൻ എനി ഓഫ് 2 them. അതായത് 3 ഇതിൽ മേക്ക് ചെയ്യുന്നത് ഒരേ ആംഗിൾ ഡിഫറൻസിലായിരിക്കും. ആ ഡിഫറൻസിൽ അതെന്ത് ചെയ്യും, ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. 3 ഡയറക്ഷനിലും ഒരു ഫോഴ്സ് അത് ടെസ്റ്റ് ചാർജ് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ദ റിസൾട്ടന്റ് ഓഫ് ദീസ് ഫോഴ്സസ് അറ്റ് P വിൽ ബി 0. അതിന്റെ റിസൾട്ടന്റ് എന്തായിരിക്കും, Pയിലെ ഇവിടെ നിന്ന് ഈക്വൽ ആയിട്ട് 3 ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോഴ്സിന്റെ എഫക്ട് ഉണ്ടാവുന്നുണ്ട്. Therefore ഈ സെൻട്രൽ പോയിന്റിലെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. Hence the field at P is 0. Therefore electric field at P എന്ന് പറയുന്നത് 0 ആയിരിക്കും. ക്ലിയർ ആയല്ലോ? നിങ്ങളൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇതിന്റെ വാല്യൂസ് ഒക്കെ മാറ്റം വരുത്തിയിട്ട് ചോദിക്കാം. പക്ഷെ ഏത് രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാലും ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിളിന്റെ 3 സൈഡ്സിലും ഈക്വൽ ചാർജസ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സെൻട്രൽ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. If the electric flux through the Gaussian surface is 0, ഒരു ഗോഷ്യൻ സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് 0 ആണെങ്കിൽ does it necessarily mean that, നമുക്ക് 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ 4 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഈ മേലെ പറഞ്ഞ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്, ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ഗോഷ്യൻ സർഫസ് ഈസ് 0. ഒരു ഗോഷ്യൻ സർഫസിലെ ഇലക്ട്രിക് ഫ്ലക്സിന്റെ വാല്യൂ 0 ആണ്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ തന്നിട്ടുള്ളത് എ ടോട്ടൽ ചാർജ് ഇൻസൈഡ് ദ സർഫസ് ഈസ് 0. ഈ സർഫസിന്റെ അകത്തുള്ള ടോട്ടൽ ചാർജ് 0 ആയിരിക്കുമോ? ആയിരിക്കും അല്ലേ? അതായത് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ ഗോഷ്യൻ സർഫസ് 0 ആണെങ്കിൽ ദ ടോട്ടൽ ചാർജ് ഇൻസൈഡ് ദ സർഫസ് എന്തായിരിക്കും? 0 ആയിരിക്കും. നെക്സ്റ്റ്, ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0 അറ്റ് എവറി പോയിന്റ് ഓൺ ദ സർഫസ്. ആ സർഫസിലെ എല്ലാ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കുമോ? നോട്ട് നെസസറി. ആവാം, ആവാണ്ടിരിക്കാം അല്ലെ. ചിലപ്പോൾ അത് 0 ആയിരിക്കാം, ചില കണ്ടീഷൻസിൽ അത് 0 അല്ലാതെയും വരാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്, the electric field line entering into the surface is equal to the number going out of the surface. Okay, the electric field lines entering into the surface ലേക്ക് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമ്പർ ഗോയിങ് ഔട്ട് ഓഫ് ദ സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് ഈക്വൽ ആയിരിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈക്വൽ ആയിരിക്കും. കാരണം അത് ഈക്വൽ ആയാൽ മാത്രമേ അവിടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ്, അതായത് നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് എന്തായിരിക്കുള്ളൂ? 0 ആവത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒരു ഇലക്ട്രിക് ഫ്ലക്സ് ഗോഷ്യൻ സർഫസിൽ ഇലക്ട്രിക് ഫ്ലക്സ് 0 ആണെങ്കിൽ ടോട്ടൽ ചാർജ് ഇൻസൈഡ് ദ സർഫസ് 0 ആയിരിക്കും. എല്ലാ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ 0 ആയിക്കൊള്ളണമെന്നില്ല, ആവാം, ആവാണ്ടിരിക്കാം. അതുപോലെ തന്നെ ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അതിൽ ആ സർഫസിലേക്ക് വരുന്നതും സർഫസിൽ നിന്ന് പോകുന്നതുമായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എല്ലാരും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടല്ലോ ക്ലാസ്സിൽ? ഓക്കെ, ആരും വിട്ടു പോവരുത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വരാനിരിക്കുന്ന എക്സാമിന് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾ മിസ് ചെയ്യാണ്ട് തന്നെ നല്ല ശ്രദ്ധയോട് കൂടിയിട്ടിരിക്കുക. നമുക്ക് 6th ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 charges plus Q and minus Q of magnitude 6 × 10⁻⁻6 coulomb form a dipole. ഒരു ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തതിനാണ് നമ്മൾ ഡൈപോൾ എന്ന് പറയുന്നത്. ഓക്കെ, അവർക്കിടയിലുള്ള സെപ്പറേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. 4 × 10⁻⁻10 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഡൈപോൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഡൈപോൾ പ്ലേസ് ചെയ്തേക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് 3 ×
2 ന്യൂട്ടൺ പെർ കൂളോം ആണെങ്കിൽ, അറ്റ് ആൻ ആംഗിൾ 30 ഡിഗ്രിയിലാണെങ്കിൽ അവരുടെ ടോർക്ക്, ആ ഡൈപോളിലെ ടോർക്കിന്റെ വാല്യൂ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഡൈപോൾ മൊമെന്റും ടോർക്കും. ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ, നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ആണ്. ഡൈപോൾ മൊമെന്റ് ഇക്വേഷൻ എന്താ? P is equal to Q into D ആണ്. അതുപോലെ ടോർക്കിന്റെ ഇക്വേഷൻ PE sin θ ആണ്. ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഗിവൺ ഡാറ്റാസ് എടുത്ത് എഴുതണം. ഇവിടെ നമുക്ക് തന്നേക്കുന്ന ഗിവൺ ഡാറ്റാസ് എന്തൊക്കെയാണ്? നമുക്ക് തന്നേക്കുന്ന ഡാറ്റാസ് ക്യൂയുടെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലെ. ക്യൂയുടെ വാല്യൂ 6 into 10⁻⁻⁶ ആണെന്ന് തന്നിട്ടുണ്ട്. അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 4 into 10⁻⁻10 മീറ്റർ ആണ്. ആറും തന്നിട്ടുണ്ട്. ഇയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, ആംഗിളും തന്നിട്ടുണ്ട്. തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ഡൈപോൾ മൊമെന്റ് ആണ്. ഡൈപോൾ മൊമെന്റ് ഇക്വേഷൻ P is equal to Q into T ആണ്. ക്യൂയുടെ വാല്യൂ അറിയാം 6 into 10⁻⁻⁶. ഡിയുടെ വാല്യൂ അറിയാം 4 into 10⁻⁻10 is equal to 24 into 10⁻16 കൂളോമീറ്റർ ആണ് ഡൈപോൾ മൊമെന്റ് P എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ടോർക്കിന്റെ ഇക്വേഷൻ അറിയാം PE sin θ. ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. ടോർക്കിന്റെ ഇക്വേഷൻ എന്താ? PE sin θ. പിയുടെ വാല്യൂ നമുക്ക് കിട്ടി 24 into 10⁻16. ഇയുടെ വാല്യൂ തന്നിട്ടുണ്ട് 3 into 10⁻². തീറ്റ 30 ആണ്. therefore sin 30 is equal to 36 into 10⁻14 ന്യൂട്ടൺ മീറ്റർ ആണ് നമ്മുടെ എന്ത്? ടോർക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ രണ്ട് ഇക്വേഷൻ ആണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഡൈപോൾ മൊമെന്റ് is equal to Q into D യും ടോർക്ക് is equal to PE sin θ ആയിരിക്കും. നമുക്ക് 7th ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അറ്റ്ലീസ്റ്റ് ഒരു 4 പ്രോപ്പർട്ടീസ് എങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് വരുന്നത്? നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ, റൈറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 4 പ്രോപ്പർട്ടി എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് വരുന്നത്? ദ ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ഫ്രം എ പോസിറ്റീവ് ചാർജ്. ഫീൽഡ് ലൈൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പോസിറ്റീവ് ചാർജിൽ നിന്നാണ്. ആൻഡ് റേഡിയലി ഔട്ട്വേർഡ് ഇൻ ഓൾ ഡയറക്ഷൻ ആൻഡ് ടെർമിനേറ്റ് അറ്റ് ഇൻഫിനിറ്റി. എവിടെയാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്? ഇൻഫിനിറ്റിയിലാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ദ ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ഫ്രം ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഫീൽഡ് ലൈൻസ് ടെർമിനേറ്റ് റേഡിയലി ഓൺ എ നെഗറ്റീവ് ചാർജ്. അത് ടെർമിനേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? നെഗറ്റീവ് ചാർജിലായിരിക്കും. ഫോർ എ ഡൈപോൾ ദ ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ഫ്രം ദ പോസിറ്റീവ് ചാർജ് ആൻഡ് ടെർമിനേറ്റ് ഓൺ ദ നെഗറ്റീവ് ചാർജ്. ഒരു ഡൈപോളിന്റെ കേസിൽ ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിലും എൻഡ് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജിലും ആയിരിക്കും. അതുപോലെ തന്നെ ദ ടാൻജന്റ് അറ്റ് എനി പോയിന്റ് ഓൺ ദ ഫീൽഡ് ലൈൻ. ആ പോയിന്റ്, അതായത് ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ഫീൽഡ് ലൈൻസിന്റെ ടാൻജന്റ് എന്ന് പറയുന്നത് give the direction of electric field at that point. ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ അറ്റ്ലീസ്റ്റ് ഒരു 4 പ്രോപ്പർട്ടീസ് എങ്കിലും പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റേറ്റ് ദ ഗോസസ് ലോ. ഗോസസ് ലോ സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഗോസസ് ലോ പറയുന്നത്? ദ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് through a closed Gaussian surface is equal to the total charge Q inside the surface divided by epsilon 0. ഈ ലോ ഇതുപോലെ തന്നെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം. ലോയുടെ പ്രത്യേകതയാണ്. അത് എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? ദ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് ഗോഷ്യൻ സർഫസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് Q ഇൻസൈഡ് ദ സർഫസ് ഡിവൈഡഡ് ബൈ എക്സിലോൺ 0. അതായത് നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? Q by epsilon 0 ആയിരിക്കും എന്നാണ് ഗോഷ്യൻ ലോ പറയുന്നത്. ഓക്കെ, അപ്പൊ ഗോഷ്യൻസ് ലോ നമുക്ക് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫ്ലക്സിന്റെ വാല്യൂ ആണ് ഗോഷ്യൻസ് ലോ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ. 2 identical charges are placed in a plane surface. 2 ഐഡന്റിക്കൽ ചാർജുകൾ ഒരു പ്ലെയിൻ സർഫസിൽ വെച്ചിട്ടുണ്ട്. സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് d between them. സെപ്പറേറ്റ് ചെയ്തേക്കുന്നത് എന്താണ്? D എന്ന് പറഞ്ഞൊരു ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. വേർ വിൽ ദ റിസൾട്ടന്റ് ഫീൽഡ് ബി 0? റിസൾട്ടന്റ് ഫീൽഡ് 0 ആവുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് കണ്ടീഷൻ തന്നിട്ടുള്ളത്? 2 ഐഡന്റിക്കൽ ചാർജ് പ്ലേസ് ചെയ്തേക്കുന്നത്
ഒരു പ്ലെയിൻ സർഫസിലാണ് ഡി ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഏത് പോയിന്റിലാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ റിസൾട്ടന്റ് ഫീൽഡ് 0 ആകുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദ ഫീൽഡ് വിൽ ബി 0 അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ബിറ്റ്വീൻ ദ ചാർജ്. രണ്ട് ഈക്വൽ ചാർജുകൾ ഒരു ഡി ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിലെ മിഡ് പോയിന്റ് ഇല്ലേ, അതായത് d/2 മിഡ് പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്, ഫീൽഡ് 0 ആകുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പല രീതിയിൽ നമ്മളോട് ചോദിക്കാം. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ഈക്വൽ ആയിട്ടുള്ള രണ്ട് ചാർജുകൾ നമ്മളൊരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഫീൽഡ് 0 വരുന്നത് അതിന്റെ മിഡ് പോയിന്റിലായിരിക്കും. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ദം, അവർക്ക് ഇടയിലുള്ള മിഡ് പോയിന്റ് ആയിരിക്കും 0 ആയിട്ട് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If the electric field exceeds the value 3 × 10⁶ Newton per coulomb, there will be a sparking in the air. What is the highest value of charge that a metallic sphere can hold without sparking in the surrounding air if the radius of sphere is 5 cm? ഓക്കെ, നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്, ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ 3 × 10⁶ കൂടുതലാകുന്ന സമയത്ത് അവിടെ ഒരു സ്പാർക്കിംഗ് ഉണ്ടാവും. എന്താണ് ഹയസ്റ്റ് വാല്യൂ ഓഫ് ചാർജ്, അതായത് ഒരു മെറ്റാലിക് സ്ഫിയറിന് സ്പാർക്കിംഗ് ഇല്ലാത്ത ഒരു മെറ്റാലിക് സ്ഫിയറിന് ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഹയസ്റ്റ് വാല്യൂ ഓഫ് ചാർജ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്ഫിയറിന്റെ റേഡിയസ് 5 cm ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പല കണ്ടീഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. പല കണ്ടീഷൻസിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ, ഒരു മെറ്റാലിക് സ്ഫിയറിന്റെ കേസിൽ അതിന്റെ സ്പാർക്കിംഗ് സംഭവിക്കാതെ ആ സ്പാർക്കിംഗ് സംഭവിക്കാത്ത രീതിയിൽ അതിനെ നിർത്താനുള്ള ആ ഒരു സിറ്റുവേഷൻസിലുള്ള അതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് Q/4πε0 × r² ആണ്. ഓക്കെ, E = Q/4πε0 × r² ആണ്. അപ്പൊ നമുക്ക് ക്യൂയുടെ വാല്യൂ കണ്ടുപിടിച്ചുകൂടെ, നമ്മളോട് ചാർജ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഹയസ്റ്റ് വാല്യൂ ഓഫ് ചാർജ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആ മെറ്റാലിക് സ്ഫിയറിൽ സ്പാർക്കിംഗ് സംഭവിക്കാതെ ഇരിക്കാനുള്ള ഹയസ്റ്റ് വാല്യൂ ഓഫ് ചാർജ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് ക്യൂ എന്ന് എഴുതിക്കൂടെ, Q = E × 4πε0 × r² എന്ന് എഴുതാം. ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ. ഈയുടെ വാല്യൂ നമുക്കറിയാം 3 × 10⁶ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 4πε0യുടെ വാല്യൂ എത്രയായിരുന്നു, 1/4πε0യുടെ വാല്യൂ ആണ് 9 × 10⁹ എന്ന് പറയുന്നത്. ഓക്കെ, 9 × 10⁹ എന്ന് പറയുന്നത് 1/4πε0യുടെ വാല്യൂ ഉണ്ട്. 4πε0യുടെ വാല്യൂ 1/9 × 10⁹ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. E is into 1/9 × 10⁹ × r². 25 ആണ്, 5 cm ആണ്. R-ന്റെ വാല്യൂ is equal to 0.5 meter. 0.5ന്റെ സ്ക്വയർ 25 × 10⁻⁴ എന്ന് കിട്ടും. is equal to 8.3 × 10⁻⁷ കൂളോം ആണ് ചാർജ് വരുന്നത്. ക്ലിയർ ആയല്ലോ. ഓക്കെ, നിങ്ങൾ എല്ലാ കണ്ടീഷൻസിലും ഈയുടെ പല കണ്ടീഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എല്ലാ കണ്ടീഷൻസിലും ഈയുടെ വാല്യൂയുടെ ഇക്വേഷൻ എന്താന്നുള്ളത് പഠിച്ചു വെക്കുക, ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും കവർ ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ 16th ചാപ്റ്റർ ആണ്. ദാറ്റ് ഈസ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റേഴ്സ്. ഇലക്ട്രിക് പൊട്ടൻഷ്യലും അതുപോലെ കപ്പാസിറ്റൻസും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്, can any two equipotential surface intersect? രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾക്ക് ഇന്റർസെക്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പറ്റുമോ? ഇല്ല അല്ലെ, ഒരിക്കലും they never intersect each other. ഒരിക്കലും രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ ഇന്റർസെക്ട് ചെയ്യത്തില്ല. ഇനി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ at the point of intersection
we can draw two normal giving the direction of electric field. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ആ ജോയിന്റ് ഇന്റർഫിയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റ് നമുക്ക് എന്ത് വരക്കാം, നോർമൽ ഡ്രോ ചെയ്യാന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ആ നോർമൽ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. അപ്പൊ ഒരിക്കലും രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ എന്ത് ചെയ്യത്തില്ല, ഇന്റർസെക്ട് ചെയ്യത്തില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ദ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ക്യൂ അറ്റ് എ പോയിന്റ് ഡിസ്റ്റൻസ് ആർ ഫ്രം ഇറ്റ്സ്. ഓക്കെ, അതായത് ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജില് ആർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിലുള്ള പൊട്ടൻഷ്യലിന്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഒരു പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്, കെ ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ആർ ആണ് അല്ലെ. കെ ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ആർ ആണ്. അപ്പൊ ഇവിടെ ആ പൊട്ടൻഷ്യല് ആറിനെ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ് അല്ലെ. കെ ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ആർ ആണ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഓഫ് എ പോയിന്റ് ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ അല്ലേ. therefore നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ. ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആയിരിക്കും. അപ്പൊ ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് സോൾവ് ചെയ്തൂടെ. അപ്പൊ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ, എല്ലാ കണ്ടീഷനിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കി വെക്കേണ്ടതുണ്ട്. നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ഒരു ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. Calculate the area of air-filled capacitor plate when the separation between the plate is 50 cm and a capacitance is 1 microfarad. അതായത് 1 microfarad കപ്പാസിറ്റൻസും അവർക്കിടയിലുള്ള സെപ്പറേഷൻ 50 സെന്റിമീറ്ററും ആണെങ്കിൽ ആ കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിലുള്ള ആ ഏരിയ, ആ ഫില്ല് ചെയ്തേക്കുന്ന ഏരിയ എത്രയെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം രണ്ട് കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിൽ എ എന്ന് പറയുന്ന ഏരിയ ഫില്ല് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അവിടെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ വരുന്നത് എന്താണ്, കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു എക്സിലോൺ എ ഡിവൈഡഡ് ബൈ ഡി ആണ്. അപ്പൊ ഇവിടെ എയുടെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം, എ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ എക്സിലോൺ 0 എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ, സി ഡി ഡിവൈഡഡ് ബൈ എക്സിലോൺ 0 എന്ന് എഴുതാം. സിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്, 1 മൈക്രോഫാരഡ് ആണ് തന്നിട്ട്. ഫാരഡിലേക്ക് കൺവേർട്ട് ചെയ്യണ്ടേ, സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഫാരഡ് ആണ്. therefore ഫാരഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1 മൈക്രോഫാരഡിനെ ഫാരഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1 ഇൻറ്റു 10⁻⁻6 ഫാരഡ് എന്ന് കിട്ടും അല്ലെ. അതായത് -6 എന്ന് പറയുന്നതാണ് മൈക്രോ എന്ന് പറയുന്നത് -6 ആണ്. ഓക്കെ, അപ്പൊ 1 ഇൻറ്റു 10⁻⁻6 ഫാരഡ് എന്ന് കിട്ടും. സിയുടെ വാല്യൂ കിട്ടി. ഡി എത്രയാണ്, അവർക്കിടയിലുള്ള സെപ്പറേഷൻ ആണ്. എത്രയാണ്, 50 സെന്റിമീറ്റർ ആണ്. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 15 മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്, 0.5 അല്ലേ. അതായത് 15 ഇൻറ്റു 10⁻⁻2 അല്ലെങ്കിൽ 15 ഡിവൈഡഡ് ബൈ 100 ഇസ് ഈക്വൽ ടു 0.5 മീറ്റർ എന്ന് കിട്ടി. അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഡിയുടെ വാല്യൂ കിട്ടി. എക്സിലോൺ 0യുടെ വാല്യൂ എത്രയാണ്, എക്സിലോൺ 0യുടെ വാല്യൂ വരുന്നത് 8.85 ഇൻറ്റു 10⁻⁻12 ആണ്. എക്സിലോൺ 0യുടെ വാല്യൂ പഠിച്ചു വെക്കുക. 8 ഇൻറ്റു നമുക്ക് ക്വസ്റ്റനിലെ പ്രൊവൈഡ് ചെയ്യും അവര്. 8 ഇൻറ്റു എക്സിലോൺ 0 ഈസ് ഈക്വൽ ടു 8.85 ഇൻറ്റു 10⁻⁻12 ആണ്. നമുക്ക് എല്ലാ വാല്യൂം കിട്ടി. സിയുടെ വാല്യൂ കിട്ടി, അതുപോലെ തന്നെ ഡിയുടെ വാല്യൂ കിട്ടി, എക്സിലോൺ 0യുടെ വാല്യൂ കിട്ടി. എ കണ്ടുപിടിച്ചൂടെ, എ ഈക്വൽ ടു സി ഇൻറ്റു 1 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു ഡി എത്രയാ 0.5 ഡിവൈഡഡ് ബൈ 8.85 ഇൻറ്റു 10⁻⁻12. ആൻസർ എത്രയാ വരുന്നത്, 0.56 ഇൻറ്റു 10⁻5 മീറ്റർ (2) എന്ന് കിട്ടി. മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ ഏരിയ കിട്ടിയല്ലോ, 0.56 ഇൻറ്റു 10⁻5 മീറ്റർ സ്ക്വയർ ആണ് ഏരിയ വരുന്നത്. അപ്പൊ ഈ ഇവിടെ പഠിച്ചു വെക്കേണ്ടത് ഒരേ ഒരു ഇക്വേഷൻ മാത്രമാണ്. ഏതാണ്, കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ആണ് അല്ലെ. അതായത് രണ്ട് കപ്പാസിറ്റർ പ്ലേറ്റുകൾ എ എന്ന് പറയുന്ന ഒരു ഏരിയ ഫില്ല് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ വരുന്നത്
എത്രയാണ്? എക്സിലോൺ 0 A ഡിവൈഡഡ് ബൈ D ആയിരിക്കും. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ച് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ഗിവൺ ഡാറ്റാസ് എന്ത് ചെയ്യുക? എടുത്തെഴുതുക. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണോ എന്ന് എടുത്തെഴുതുക. ആ കണ്ടുപിടിക്കേണ്ടതും നമുക്ക് തന്നേക്കുന്ന ഡാറ്റാസും റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഇക്വേഷൻ ഏതാന്ന് നോക്കുക. ആ ഇക്വേഷനിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആയല്ലോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Two capacitors C1 and C2. C1ന്റെ വാല്യൂ 12 മൈക്രോഫാരഡ് ആണ്, C2യുടെ വാല്യൂ 4 മൈക്രോഫാരഡ് ആണ്. ആർ ഇൻ ഗ്രൂപ്പ് കണക്ഷൻ, രണ്ടും ഗ്രൂപ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇഫ് ദ സിസ്റ്റം ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. സീരീസിൽ കണക്ട് ചെയ്യുമ്പോഴും പാരലൽ കണക്ട് ചെയ്യുന്ന സമയത്തും ഇവരുടെ എഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, C1ന്റെ വാല്യൂ തന്നിട്ടുണ്ട്, C2യുടെ വാല്യൂ തന്നിട്ടുണ്ട്. C1 എത്രയാണ്? 12 മൈക്രോഫാരഡ്, C2 4 മൈക്രോഫാരഡ് ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, സീരീസ് കണക്ഷൻ ആണെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/C effective is equal to 1/C1 plus 1/C2 ആയിരിക്കും. നമ്മൾ പഠിച്ചതാണ് അല്ലേ? is equal to ഈ ഒരു കേസിൽ 1/12 plus 1/4 ആണ്. ദാറ്റ് ഈസ് 1 plus 3/12 is equal to 4/12 is equal to 1/3 ആയിരിക്കും എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വരുന്നത്. അപ്പൊ സീരീസ് കണക്ഷൻ ആണെങ്കിൽ 1/C effective is equal to 1/C1 plus 1/C2 ആയിരിക്കും. ഇനി അങ്ങനെയല്ല, പാരലൽ കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റൻസിന്റെ വാല്യൂ CP is equal to C1 plus C2 ആയിരിക്കും. പാരലൽ കണക്ഷൻ ആണെങ്കിൽ C effective എന്ന് പറയുന്നത് C1 plus C2 ആയിരിക്കും. അത് ഓരോന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ 12 plus 4 is equal to 16 മൈക്രോഫാരഡ് എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പൊ 16 മൈക്രോഫാരഡ് ആണ് നമ്മുടെ പാരലൽ കണക്ഷൻ ആണെങ്കിൽ അവരുടെ എഫക്റ്റീവ് കപ്പാസിറ്റൻസും, സീരീസ് കണക്ഷൻ ആണെങ്കിൽ അത് 1/3 മൈക്രോഫാരഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഇക്വേഷൻസ് എന്ന് പറയുന്നത് സീരീസ് കണക്ഷൻ ആയിരിക്കുന്ന കേസിൽ 1/C എഫക്റ്റീവ് എന്ന് പറയുന്നത് 1/C1 plus C2 ആയിരിക്കും, അല്ലെങ്കിൽ C1 plus C2 ഡിവൈഡഡ് ബൈ C1 C2 ആയിരിക്കും. അതല്ല, പാരലൽ കണക്ഷൻ ആണെങ്കിൽ C effective is equal to C1 plus C2 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Calculate the potential at P at a distance of 30 centimeter from a point charge Q is equal to 20 microcoulomb. അതായത് 20 മൈക്രോകൂളോം എന്ന് പറയുന്ന ഒരു അത്രയും ചാർജിൽ നിന്ന് 30 സെന്റിമീറ്റർ മാറിയിട്ടുള്ള ഒരു പോയിന്റിലെ പൊട്ടൻഷ്യലിന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മള് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു Q എന്ന് പറയുന്ന ഒരു ചാർജിൽ നിന്ന് ആ ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള ഒരു പോയിന്റിലെ പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്ന് പറയുന്നത് K into Q divided by R ആയിരിക്കും. K എന്ന് പറയുന്നത് 1/4πε0 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ വിയുടെ വാല്യൂ 1/4πε0 into Q divided by R ആണ്. Q എത്രയാണ് തന്നിട്ടുള്ളത്? 20 മൈക്രോകൂളോം ആണ് അല്ലെ? 20 മൈക്രോകൂളോമിന് നമുക്ക് കൂളോമിലോ കൺവേർട്ട് ചെയ്യണം. എത്രയാണ്? 20 into 10⁻⁻6 കൂളോം ആയിരിക്കും. ഒരു മൈക്രോ കൂളോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻6 കൂളോം ആണ്. Therefore 20 മൈക്രോ കൂളോം എന്ന് പറയുന്നത് 20 into 10⁻⁻6 കൂളോം ആയിരിക്കും. ഓക്കെ, ദ പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് P എന്ന് പറയുന്നത് 1/4πε0 into Q by R ആണ്. ആറുടെ വാല്യൂ 30 സെന്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് 0.3 മീറ്റർ ആയിരിക്കും. ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടുമല്ലോ. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു ഇക്വേഷൻ ഏതാണ്? V is equal to 1/4πε0 into Q divided by R ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് വരുന്ന പോർഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഏകദേശം അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഒരു ടോപ്പിക്കിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു, നെക്സ്റ്റ് ടോപ്പിക്കിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ 17ാമത്തെ ചാപ്റ്റർ ആണ്. ദാറ്റ് ഈസ് ദ ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഓൺ ഇൻക്രീസിങ് ടെമ്പറേച്ചർ ദ റെസിസ്റ്റിവിറ്റി ഓഫ് ഡാഷ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ കണ്ടക്ടർ ഡിക്രീസ് ബട്ട് ദാറ്റ് ഓഫ് ഇൻസുലേറ്റർ ഇൻക്രീസ്. അതായത് ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി ഓഫ് കണ്ടക്ടർ എന്ത് സംഭവിക്കും, ഇൻസുലേറ്റർ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കണ്ടക്ടറിന്റെ കുറയും ഇൻസുലേറ്ററിന്റെ കൂടും എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ കണ്ടക്ടറിന്റെ കൂടും ബട്ട് ഇൻസുലേറ്ററിന്റെ കുറയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തേർഡ് ഓപ്ഷൻ കണ്ടക്ടറിന്റെയും ഇൻസുലേറ്ററിന്റെയും കൂടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫോർത്ത് ഓപ്ഷൻ കണ്ടക്ടറിനും ഇൻസുലേറ്ററും കുറയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഡി ആണ്. ദ കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ ബോത്ത് ഡിക്രീസസ്. അതായത് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ കണ്ടക്ടറിന്റെയും ഇൻസുലേറ്ററിന്റെയും റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യും? കുറയാണ് ചെയ്യുന്നത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്.
പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. കണ്ടക്ടറിൻ്റെതായാലും ഇൻസുലേറ്റേഴ്സിൻ്റെതായാലും റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി കുറയും, ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി കൂടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The total of 6 × 10⁻16 electron pass through any cross section of a conducting wire per second. Determine the value of current in the wire. Okay, എന്താണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? 6 × 10⁻16 ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? പാസ് ചെയ്യുന്നുണ്ട്. ഒരു കണ്ടക്റ്റിംഗ് വയറിൽ പെർ സെക്കൻഡിൽ പാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വയറിലെ കറണ്ടിന്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം the total charge passing through the cross section എന്ന് പറയുന്നത് ഡെൽറ്റ ക്യൂ ആണ്, is equal to n into e ആയിരിക്കും. ദാറ്റ് ഈസ് 6 × 10⁻16 into 1.6 × 10⁻−19 ആണ് എന്ത് വരുന്നത്? നമ്മുടെ ചാർജ്, ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളോട് കറണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. കറണ്ട് ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ടൈം ആണ്. ദെർഫോർ ചാർജിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ കറണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ? ഓക്കെ, കറണ്ട് വാല്യൂ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇയുടെ വാല്യൂ 1.6 × 10⁻−19 ആണ്. കാരണം ഇലക്ട്രോണിന്റെ ചാർജ് അല്ലേ, ഇലക്ട്രോണിന്റെ ചാർജ് ആണ് 1.6 × 10⁻−19. n എന്ന് പറയുന്നത് 6 × 10 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 6 × 10⁻16 ആണ്. അപ്പൊ n കിട്ടിക്കഴിഞ്ഞാൽ ഡെൽറ്റ ക്യൂ കിട്ടി. ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു n × e ആണ്. അപ്പൊ ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കറണ്ടിന്റെ വാല്യൂ കിട്ടും. ഡെൽറ്റ ടി എന്ന് പറയുന്നത് സെക്കൻഡ് ആണ് അല്ലെ, ഒരു സെക്കൻഡിലാണ് അവിടെ തന്നിട്ടുള്ളത് നമുക്ക് ക്വസ്റ്റ്യനില്. ഓക്കെ, ഇൻ 1 സെക്കൻഡിലാണ് തന്നിട്ടുണ്ട്. Therefore ഐയുടെ വാല്യൂ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഐയുടെ വാല്യൂ കിട്ടും. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ഇക്വേഷൻസ് ഏതൊക്കെയാണ്? ചാർജ്, ടോട്ടൽ ചാർജ് പാസിംഗ് ത്രൂ ദ ക്രോസ് സെക്ഷൻ ഓഫ് എ വയർ ഇൻ 1 സെക്കൻഡ് എന്ന് പറയുന്നത് ഡെൽറ്റ ക്യൂ ആയിരിക്കും. ഡെൽറ്റ ക്യൂയുടെ വാല്യൂ n × e ആണ്. ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസും e എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺസും ആണ്. ദെൻ കറണ്ട് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആണ്. ഈ രണ്ട് ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡു ഓൾ കണ്ടക്ടർ ഒബേ ഹോംസ് ലോ? എല്ലാ കണ്ടക്ടേഴ്സും ഹോംസ് ലോ ഒബേ ചെയ്യുന്നുണ്ടോ? നമ്മുടെ ആൻസറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഹോംസ് ലോ പറയുന്നത്? ദ ഇലക്ട്രിക് കറന്റ് through a conductor is directly proportional to the direct potential difference across it, and it provide a physical conditions such as temperature, pressure and remain unchanged. അതായത് പ്രഷറും ടെമ്പറേച്ചറും അൺചേഞ്ച്ഡ് ആയിരിക്കില്ല, കോൺസ്റ്റന്റ് ആയിരിക്കുന്ന ഒരു കണ്ടീഷനിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസും അതുപോലെ തന്നെ ഇലക്ട്രിക് കറന്റും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് ഓംസ് ലോ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എല്ലാ കണ്ടക്ടേഴ്സും ഈ ലോ ഒബേ ചെയ്യുന്നു പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഒരിക്കലും എല്ലാ കണ്ടക്ടേഴ്സും ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. മെറ്റാലിക് കണ്ടക്ടേഴ്സ് ആണ് ഓംസ് ലോ ഒബേ ചെയ്യുന്നത്. അതായത് ഓൺലി മെറ്റാലിക് കണ്ടക്ടർ ഒബേ ഓംസ് ലോ അപ് ടു എ സർട്ടൺ ലിമിറ്റ്. സെമി കണ്ടക്ടേഴ്സ് അതുപോലെ ഇലക്ട്രോലൈറ്റ്സ് ഒന്നും ഒരിക്കലും ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ ഓംസ് ലോ ഒബേ ചെയ്യുന്നത് മെറ്റാലിക് കണ്ടക്ടേഴ്സ് ആണ്. അതിനും ഒരു ലിമിറ്റ് ഉണ്ട്, സർട്ടൺ ലിമിറ്റ് വരെയാണ് അത് ഒബേ ചെയ്യുന്നത്. ഒരിക്കലും സെമി കണ്ടക്ടേഴ്സും അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സ് ഒന്നും എന്തോ ഒബേ ചെയ്യുന്നില്ല, ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 2 copper wires A and B have the same length. 2 കോപ്പർ വയേഴ്സ് ഉണ്ട്, എയും ബിയും ലെങ്ത് സെയിം ആണ്. The diameter of A എന്ന് പറയുന്നത് twice that of B, ബിയേക്കാളും ഡബിൾ ആണ്. ഓക്കെ, കമ്പയർ ദെയർ റെസിസ്റ്റൻസ്, അവരുടെ റെസിസ്റ്റൻസ് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുണ്ട് എയുടെയും ബിയുടെയും ലെങ്ത് സെയിം ആണ്. എ ബി എന്ന് പറയുന്ന 2 വയറിന്റെ ലെങ്ത് സെയിം ആണ്. അവരുടെ ഡയമീറ്റർ എന്ന് പറയുന്നത് 1:2 റേഷ്യോയിൽ, അതായത് എയുടെ ഡയമീറ്റർ ബിയേക്കാളും ഡബിൾ ആണെന്ന് തന്നിട്ടുണ്ട്. അവിടെ റെസിസ്റ്റൻസ് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ? റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ റോ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ പൈ ആർ എ സ്ക്വയർ ആണ് അല്ലേ. അതുപോലെ തന്നെ ഇത് ആർ എ ആണെങ്കിൽ, ആർ ബി ആണെങ്കിലോ റോ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ പൈ ആർ ബി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, നമ്മളോട് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആർ എ ബൈ ആർ ബി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ റോ കട്ടായി പോവും, പൈ കട്ടായി പോവും, എൽ കട്ടായി പോവും. ഫോർ ആർ എ ബൈ ആർ ബി ഈസ് ഈക്വൽ ടു ആർ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ എ സ്ക്വയർ എന്ന് കിട്ടും. നമുക്ക് ഇതിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ആർ എ എന്ന് പറയുന്നത് എന്താണ്?
ആർ ബിയുടെ ഡബിൾ ആണ് അല്ലെ, 2 ഇൻറ്റു ആർ ബി ആണ് ആർ എ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആർ ബിക്ക് പകരം ആർ എക്ക് പകരം 2 RB സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പൊ റെസിസ്റ്റൻസിന്റെ റേഷ്യോ കിട്ടുമല്ലോ. എങ്ങനെയാണ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്? ആർ ബിക്ക് പകരം ആർ ബി എന്ന് പറയുന്നത് ആർ ബി തന്നെ. ഓക്കെ, ആർ ബി എന്ന് പറയുന്നത് ആർ ബി ആയിട്ട് തന്നെ എഴുതുക. ആർ എക്ക് പകരം 2 RB കൊടുക്കുക. ഈസ് ഈക്വൽ ടു ആർ ബി സ്ക്വയറും ക്യാൻസൽ ആയിപ്പോയി 1/4 എന്ന് കിട്ടും. അപ്പൊ റെസിസ്റ്റൻസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1/4 ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ ആണ് ഇവിടെ പഠിച്ചിരിക്കേണ്ടത്. റെസിസ്റ്റൻസ് ഓഫ് എ വയർ എന്ന് പറയുന്നത് റോ ഇൻറ്റു എൽ ബൈ പൈ ഇൻറ്റു ആർ സ്ക്വയർ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Calculate the equivalent resistance between the point A and B of the following circuit. നമുക്കൊരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് ബി എന്ന് പറയുന്ന പോയിന്റ്. ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ രണ്ട് റെസിസ്റ്റൻസും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് അല്ലെ, എന്നാൽ ഇത് മൂന്നും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ പാരലൽ റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? രണ്ട് റെസിസ്റ്ററുകൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 1/R എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 ആയിരിക്കും. അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആയിരിക്കും. നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ് അല്ലെ. അപ്പൊ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു R1 സോൾവ് ചെയ്ത് തരാം. ആദ്യം നമ്മൾ ഈ ഒരു രണ്ട് സർക്യൂട്ടുകൾ അല്ലെങ്കിൽ ഈ രണ്ട് റെസിസ്റ്റൻസിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 10 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 10 പ്ലസ് 5 അല്ലേ. ഈ രണ്ട് റെസിസ്റ്റൻസ് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ രണ്ട് റെസിസ്റ്റൻസുകൾ തമ്മിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ വാല്യൂ 10 ഇൻറ്റു 5 ബൈ 10 പ്ലസ് 5 ആയിരിക്കും. ദാറ്റ് ഈസ് 15 പ്ലസ് 15 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 10/3 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇത് മൂന്നും സീരീസ് അല്ല. സീരീസ് കണക്ഷൻ ആണെങ്കിൽ എങ്ങനെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക? മൂന്നും കൂടെ ആഡ് ചെയ്യുക അല്ലെ. മൂന്നും കൂടെ ആഡ് ചെയ്താൽ മതി. അതായത് രണ്ട് റെസിസ്റ്റൻസ് R1 ഉം R2 സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് R1 പ്ലസ് R2 ആയിരിക്കും. കപ്പാസിറ്റൻസിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ ഇവിടെ R എത്രയാണ്? ഫസ്റ്റ് 2 പ്ലസ് 10/3. ഇത് 10/3 ആയില്ലേ? 10/3 പ്ലസ് 7. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ വാല്യൂ കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 12.3 ഓം എന്ന് കിട്ടി. ഇങ്ങനെയാണ് സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടുള്ള നെറ്റ്വർക്ക് തന്നിട്ടുണ്ടെങ്കിൽ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യം പാരലൽ ആയിട്ടുള്ളത് സോൾവ് ചെയ്യുക, ദെൻ അതിനെ സീരീസ് ആയിട്ടുള്ളത് സോൾവ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് സ്റ്റേറ്റ് ദ ക്രിച്ചോഫ് റൂൾ ഫോർ എ ഇലക്ട്രിക് നെറ്റ്വർക്ക്. ഒരു ഇലക്ട്രിക് നെറ്റ്വർക്കിൽ ക്രിച്ചോഫ് റൂൾ സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്രിച്ചോഫ് റൂൾ രണ്ട് റൂളാണുള്ളത്. ഏതൊക്കെയാണ്? ജംഗ്ഷൻ റൂളും ഉണ്ട്, ലൂപ്പ് റൂളും ഉണ്ട്. ജംഗ്ഷൻ റൂൾ എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു ജംഗ്ഷൻ റൂൾ ദ total of the current in a junction is equal to sum of the current outside the junction and inside the circuit. ഓക്കെ, അതായത് ഒരു ജംഗ്ഷനിലെ ടോട്ടൽ കറന്റ് വാല്യൂ എന്ന് പറയുന്നത് അതിൽ നിന്ന് പുറത്തു നിന്ന് ആ ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടിന്റെ ടോട്ടൽ സം അല്ലെങ്കിൽ ടോട്ടൽ സം ആയിരിക്കും. അതിലേക്ക് വരുന്ന ടോട്ടൽ കറന്റ് സം ആയിരിക്കും എന്നാണ് പറയുന്നത്. ലൂപ്പ് റൂൾ എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു ദ ലൂപ്പ് റൂൾ ദ സം ഓഫ് ദ വോൾട്ടേജ് അറൌണ്ട് ദ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഈക്വൽ ടു, ഒരു ക്ലോസ്ഡ് ലൂപ്പിലുള്ള ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഈക്വൽ ടു നൾ, അതായത് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അതായത് ദ ആൾജിബ്രാക് സം ഓഫ് ദ പ്രൊഡക്റ്റ് of the current and resistance in a closed loop of a network is equal to algebraic sum of the electromotive force acting on a loop. അതാണ് ലൂപ്പ് റൂൾ പറയുന്നത്. അതിപ്പോ നമുക്കൊരു ലൂപ്പ് ഉണ്ട്. ഒരു ലൂപ്പിൽ ടോട്ടൽ വോൾട്ടേജിന്റെ വാല്യൂ 0 ആയിരിക്കും. അതിൽ നിന്ന് വരുന്നതും അതിൽ നിന്ന് പോകുന്നതുമായിട്ടുള്ള ടോട്ടൽ വോൾട്ടേജ്, അതായത് എഫക്റ്റീവ് വോൾട്ടേജിന്റെ വാല്യൂ 0 ആയിരിക്കും. അല്ലെങ്കിൽ ദ സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ്
സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പി ഇസ് ഈക്വൽ ടു വി ഐ ആണല്ലേ, അല്ലെങ്കിൽ വി ഇസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ് നമുക്കറിയാം ഓംസ് ലോ അനുസരിച്ച്. അപ്പൊ അതിന്റെ രണ്ടിന്റെയും പ്രൊഡക്റ്റിന്റെ സം അല്ലെങ്കിൽ പൊട്ടൻഷ്യലിന്റെ സം എന്ന് പറയുന്നത് നള്ളായിരിക്കും എവിടെ, ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ. അതാണ് ലൂപ്പ് റൂൾ പറയുന്നത്. അപ്പൊ ഈ രണ്ട് റൂളാണ് നമ്മുടെ കിർച്ചോഫ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കിർച്ചോഫ് റൂളില് നമ്മുടെ ജംഗ്ഷൻ റൂളും ലൂപ്പ് റൂളും നമ്മൾ പഠിച്ചു. ജംഗ്ഷൻ റൂൾ എന്താ പറയുന്നത്, ഒരു ജംഗ്ഷനകത്തുള്ള ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു സം ഓഫ് കറണ്ട് ഔട്ട്സൈഡ് ദ ജംഗ്ഷൻ. ഓക്കെ, ആ സർക്യൂട്ടിലേക്ക് വരുന്ന കറണ്ടിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ലൂപ്പ് റൂൾ പറയുന്നത് ഒരു ക്ലോസ്ഡ് ലൂപ്പിലെ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നള്ളായിരിക്കും. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് നമുക്ക് ഒരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. അതില് 6 ഒരു അൺനോൺ റെസിസ്റ്റൻസ് ഉണ്ട്, അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നമ്മളെ നെറ്റ്വർക്ക്. ഈ നെറ്റ്വർക്കിൽ ഒരുപാട് റെസിസ്റ്റൻസുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു റെസിസ്റ്ററിന്റെ വാല്യൂ അൺനോൺ ആണ്. ആ വാല്യൂ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ സർക്യൂട്ടിലെ കറണ്ടിന്റെ വാല്യൂ, ദർ ഈസ് നോ കറണ്ട്, അവിടെ കറണ്ട് ഇല്ലാത്ത സമയത്ത് ആറിന്റെ വാല്യൂ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ഫിഗർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുപരിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എവിടെയാണുള്ളത്? എവിടെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ കണ്ടുപരിചയമുള്ളത്? നമ്മുടെ വീസ്റ്റേൺസ് ബ്രിഡ്ജിനെ കുറിച്ച് പഠിച്ചിട്ടില്ല? അപ്പൊ വീസ്റ്റേൺസ് ബ്രിഡ്ജ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. വീസ്റ്റേൺസ് ബ്രിഡ്ജിൽ നമുക്ക് ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂ അൺനോൺ ആയിട്ട് തന്നിട്ടുണ്ട്. കറണ്ട് ഫ്ലോ ചെയ്യാത്ത സിറ്റുവേഷൻസിൽ ആറിന്റെ വാല്യൂ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വീസ്റ്റേൺസ് ബ്രിഡ്ജിന്റെ കേസിൽ കറണ്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം P/Q is equal to R/S ആണ് നമുക്കറിയാം അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു വീസ്റ്റേൺസ് ബ്രിഡ്ജ്, ഇങ്ങനെയുള്ള വീസ്റ്റേൺസ് ബ്രിഡ്ജിൽ ഇവിടെ P, ഇവിടെ Q, ഇവിടെ R, ഇവിടെ S എന്ന് പറയുന്ന 4 റെസിസ്റ്റൻസുകൾ ഉണ്ടെങ്കിൽ അതിലൂടെ കറണ്ട് ഒന്നും പാസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ P/Q is equal to R/S ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഈ സെന്ററിൽ ഒരു ഗാൽവനോമീറ്റർ ഉണ്ടാവും അല്ലെ, ആ ഗാൽവനോമീറ്റർ ആണ് നമ്മുടെ ഫിഗറിൽ 50 ഓം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് P. ഏതാണ് P? ഇതാണ് P എന്ന് പറയുന്നത്, ഇതാണ് Q എന്ന് പറയുന്നത്, ഇതാണ് R എന്ന് പറയുന്നത്, ഇതാണ് S എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ഡയറക്റ്റ് സോൾവ് ചെയ്തുകൂടെ നമുക്ക്? P/Q is equal to R/S, that is 20/10 is equal to 14/R എന്ന് കിട്ടും. R is equal to 14 into 10/20 is equal to 20 ohm എന്ന് കിട്ടും. ഒന്നുമില്ല, ഈ വീസ്റ്റേൺസ് ബ്രിഡ്ജിന്റെ ഇക്വേഷൻ മാത്രം നമ്മളോട് അപ്ലൈ ചെയ്തിട്ടുള്ളൂ അല്ലെ. നമ്മൾ ഇങ്ങനെ ഒരു ഫിഗറും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പേടിച്ചു പോകും. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ, വീസ്റ്റേൺസ് ബ്രിഡ്ജിൽ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല എങ്കിൽ അവിടുത്തെ കണ്ടീഷൻ എന്താണ്? P/Q is equal to R/S ആയിരിക്കും. അപ്പൊ അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഈ ആറിന്റെ വാല്യൂ, ഇപ്പൊ ഇവിടെ ഇതാണ് അൺനോൺ എങ്കിൽ അതും കണ്ടുപിടിക്കുക അല്ലെ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A 60 volt lamp is connected to 220 volt electricity supply in your home. Calculate the power consumed by it, the resistance of the filament and current through it. Okay, എന്താണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്? ഒരു 60 വോൾട്ട് ലാമ്പ് 220 വോൾട്ട് ഇലക്ട്രിസിറ്റി സപ്ലൈയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ കൺസ്യൂം ചെയ്യുന്ന പവർ ചോദിച്ചിട്ടുണ്ട്, ആ ഫിലമെന്റിന്റെ റെസിസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്, അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ ചോദിച്ചിട്ടുണ്ട്. ഇത് മൂന്ന് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തന്നേക്കുന്ന ഡാറ്റാസ് എന്തൊക്കെയാണ്? എത്ര വോൾട്ട് ലാമ്പാണെന്ന് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 220 വോൾട്ട് സപ്ലൈയിലാണ് കണക്ട് ചെയ്തതെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം കറണ്ട് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ബൈ വോൾട്ടേജ് ആണ് അല്ലെ. ഇവിടെ പിയുടെ വാല്യൂ എത്രയാണ്? 60 വോൾട്ടാണ് തന്നിട്ടുണ്ട്. വോൾട്ടേജ് തന്നിട്ടുണ്ട് 220 വോൾട്ടാണ് തന്നിട്ടുണ്ട്. കറണ്ട് കണ്ടുപിടിച്ചൂടെ? P/V ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് കണ്ടുപിടിച്ചൂടെ? കറണ്ട് ഈസ് ഈക്വൽ ടു 60/220 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 0.27 ആംപിയർ എന്ന് കിട്ടി. കറണ്ട് കിട്ടി. ഇനി റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാലോ. റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താ? V/I ആണ് അല്ലെ. റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു V/I ആണ്. വിയുടെ വാല്യൂ 220 ആണ്, കറണ്ടിന്റെ വാല്യൂ 0.27 എന്ന് കിട്ടിയിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആറിന്റെ വാല്യൂ കിട്ടി. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ കറണ്ട് കിട്ടി, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് കിട്ടി. ഇനി പവർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ കിട്ടി? കറണ്ടും കിട്ടി, റെസിസ്റ്റൻസും കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പവർ ആണ്. കൺസ്യൂം ചെയ്യുന്ന പവർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്കറിയാം ഈ ലാമ്പ് കൺസ്യൂം ചെയ്യുന്നത് 60 ജൂൾ ഓഫ് എനർജി ആണ് പെർ സെക്കൻഡിൽ കൺസ്യൂം ചെയ്യുന്നത്. പെർ അവറിൽ അത് എത്ര കൺസ്യൂം ചെയ്യുന്നുണ്ട്? 60 വാട്ട് അവർ എനർജി ആണ് അത് കൺസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് 60 into 24 ആണ് ഒരു ദിവസം. ഒരു അവറിൽ 60 അവർ ആണെങ്കിൽ ഒരു ദിവസം എത്രയായിരിക്കും? 60 into 24 വാട്ട് അവർ ആണ്
എന്ത് ചെയ്യുന്നത്, കൺസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കൺസ്യൂംഡ് എനർജി പെർ ഡേ എന്ന് പറയുന്നത് 1.440 kWh ആയിരിക്കും. ഓക്കെ, മനസ്സിലായില്ല എങ്ങനെയെന്ന്? ഒരു സെക്കൻഡിൽ 60 ജൂളാണ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഒരു അവറിൽ എത്ര കൺസ്യൂം ചെയ്യും? 16 Wh കൺസ്യൂം ചെയ്യും. ഒരു ഡേയോ 16 to 24, ഒരു ദിവസം തന്നെ 24 മണിക്കൂറല്ല, അപ്പൊ 16 to 24 Wh ആയിരിക്കും. ദാറ്റ് ഈസ് 1440 Wh ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനെ ഡിവൈഡഡ് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ 1.44 into kWh എന്ന് കിട്ടി. അപ്പൊ ഒരു ദിവസം കൺസ്യൂം ചെയ്യുന്നത് 1.44 kWh ആണ് ഒരു ദിവസം കൺസ്യൂം ചെയ്യുന്ന പവർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യൂലേ? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റിലേഷൻഷിപ്പ് ഏതൊക്കെയാണ്? കറണ്ടിന്റെ ഇക്വേഷൻ I is equal to P by V, റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ R is equal to V by I. പിന്നെ നമ്മുടെ പവർ നമ്മൾ അതിനകത്ത് നിന്ന് എങ്ങനെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സുകൾ. മിക്ക ടോപ്പിക്സും കവർ ചെയ്തിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് നോക്കാനുള്ളത് മാഗ്നറ്റിസം ആണ്. ഓക്കെ, മാഗ്നറ്റിസം ആണ് നെക്സ്റ്റ് ഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇന്നത്തെ ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ തീർത്തിരിക്കുകയാണ്. നമ്മൾ അത്യാവശ്യം ഏകദേശം ഒരു 4 ചാപ്റ്റേഴ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഈ 4 ചാപ്റ്റേഴ്സിലെ എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് നമ്മുടെ കയറാനുള്ള നമ്മുടെ സോഷ്യോളജിയുടെ ഇവിടെ പൊളിറ്റിക്സിന്റെ സാറ് ഇവിടെ വെയിറ്റിംഗിലാണ്. അപ്പൊ നമുക്ക് സാറ് ഇങ്ങോട്ടേക്ക് വെൽക്കം ചെയ്യാം. തൽക്കാലം നമ്മുടെ ക്ലാസ് ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഡേ നമുക്ക് വീണ്ടും കാണാം. പുതിയൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.